നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ക്ലബിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വലിയ സ്ക്വാഡ് വേണ്ടെന്ന്. കാരണം എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ കുറേ താരങ്ങളെ ട്രിബ്യൂണിൽ നിർത്തുക, അവർ ഫിറ്റായിട്ടും കളിപ്പിക്കാതിരിക്കേണ്ട സ്ഥിതിവിശേഷം വരിക. എനിക്കതിനോട് താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ക്വാഡ് ഷോർട്ട് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്റ്റേ ചെയ്യില്ല, ക്ലബിൽ തുടരില്ല. എൻ്റെ നിലപാടതാണ്. പെപ്പ് തുറന്നടിച്ചു പറയുകയാണ്. ജംബോ സ്ക്വാഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ള പ്രശ്നമാണത്. മികച്ച താരങ്ങളെ ചിലപ്പോൾ ബെഞ്ചിലിരുത്തേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ പരിക്ക് പറ്റി എന്ത് ചെയ്യും? നിങ്ങൾ കുറച്ച് വളരെ ഷോർട്ടൻഡ് ആയിട്ടുള്ള സ്ക്വാഡും കൊണ്ട് കളിച്ചാൽ അതിന് പെപ്പിന് മറുപടിയുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിന് നമുക്ക് അക്കാഡമിയിലെ താരങ്ങളെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ പെപ്പ് പറയുന്നത്. പെപ്പിൻ്റെ വാക്കുകളിലേക്ക് നോക്കാം. ഫബ്രീസിയോ അടക്കമുള്ളവരത് റിപ്പോർട്ട് ചെയ്യുന്നു. പെപ്പ് പറയുന്നു, ഞാൻ ക്ലബിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബിഗ് സ്ക്വാഡ് വേണ്ടെന്ന്. ഇപ്പോൾ നോക്കുക, 5 or 6 താരങ്ങളൊക്കെ ട്രിബ്യൂണിൽ നിർത്തുക, എനിക്കത് വേണ്ട. അങ്ങനെ വന്നാൽ ഐ വിൽ കിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സ്ക്വാഡ് ചുരുക്കിയില്ലെങ്കിൽ ഐ വിൽ നോട്ട് സ്റ്റേ. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പ്ലെയേഴ്സിനെ ഇങ്ങനെ ട്രിബ്യൂണിൽ നിർത്തുക, അവർക്ക് കളിക്കാൻ കഴിയാതിരിക്കുക, അത് സാധ്യമുള്ള കാര്യമല്ല. ഇപ്പോൾ 24, 25, 26 താരങ്ങൾ എല്ലാവരും ഫിറ്റാവുന്ന ഒരു ഘട്ടത്തിൽ അത്രയും താരങ്ങളുടെ ആവശ്യം എനിക്കില്ല. ഞാൻ ക്ലബിനോട് പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇപ്പോൾ ഇഞ്ചുറീസ് ഉണ്ടായാലോ അൺലക്കിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഹാവ് സം പ്ലെയേഴ്സ് ഫ്രം അക്കാഡമി ആൻഡ് വി വിൽ ഡൂ ഇറ്റ്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. അക്കാഡമിയിൽ ചില താരങ്ങൾ എടുക്കുക, അത് ചെയ്ത് കവർ ചെയ്ത് പോവുക. ഇതാണ് എൻ്റെ നിലപാട് എന്ന് പെപ്പ് ഗാർഡിയോള പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.